ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ നൌഷാദ് മണ്ണിശ്ശേരിയാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. നൌഷാദ് ക, സ്വാഗതം. അതായത് പിന്നെ നമുക്കറിയാം, ഇപ്പൊ ലൈവുകളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യുവാക്കൾ നടത്തുന്ന ഈ ഒരു സമരം. ഈ സമരത്തിന് പെട്ടെന്നൊരു ദിവസം, അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോനം വാങ്ചൂക്ക് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ 21 ദിവസം നിരാഹാരമായിരുന്നു. അദ്ദേഹം നിരാഹാരമായിരുന്നു മരിക്കാറായി എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ വലിച്ചേച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം സമരം അവസാനിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇന്നലെ രാത്രി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ സമരം ഏറ്റെടുത്തു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇതുവരെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അല്ല, ഈ വിഷയം അറിയാലോ, നീറ്റ് എക്സാമിൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും അധികം കുട്ടികളെ എക്സാം ആയിരിക്കും. 10-20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കൊച്ചു രാജ്യത്തെ, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനത്തെയും ജനസംഖ്യയേക്കാളേറെ ഒരു ഭാവി തലമുറയുടെ, അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് കണ്ടൊരു സാഹചര്യമുണ്ട്. അതിനെതിരായ പ്രതികരണങ്ങളും വിഷയങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന CJP അതിന്റെ സമരം വന്നതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം നമുക്ക് അറിയാലോ. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ പരാമർശം ഉണ്ടായി. ആ ഒരു ഇനെന്താണ് മൂവ്മെന്റിലാണ് ആ സമരം വരുന്നത്. പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം എങ്ങനെയുള്ളതെന്നല്ല. പക്ഷെ അവർ ഉയർത്തുന്ന മുദ്രാവാക്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ ഉണ്ട്. അത് തീർച്ചയായും രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് മാത്രമല്ല, ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൽ നിന്ന് കാര്യമായ പ്രതികരണം വന്നിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോഴും മൗനത്തിന്റെ വാൽമീകത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ പാർലമെന്റ് സെഷൻ തുടങ്ങാനിരിക്കുകയാണ്, മൺസൂൺ സമ്മേളനം. അപ്പോൾ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങുക എന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ MP-മാർ മുഴുവൻ രാജ്യ തലസ്ഥാനത്ത് വരുന്നത്. ആ സന്ദർഭത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ആ സമരം മുന്നണിയിലേക്ക്. ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലെയും ഇന്ത്യ മുന്നണിയുടെ MP-മാരും ഇന്ത്യയിലെ കേരളം അടക്കമുള്ള, കർണാടക, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ആ സമരത്തിന് വരുന്നതോടുകൂടിയാണ് അതിനൊരു ജനകീയമായ മുഖം വരുന്നതും അതിന്റെ ഇത്തരത്തിലത് മാറി വരുന്നു. അത് എന്താണ്, നമ്മൾ ആ സമരം ഏറ്റെടുക്കല്ല, ആ സമരത്തോട് കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവർ പറയുന്ന പ്രശ്നം, ഇഷ്യൂ, അത് രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങുമ്പോൾ പാർലമെന്റിൽ ഇത് വിഷയമാകേണ്ടതുണ്ട്. അപ്പോൾ പാർലമെന്റിന്റെ അകത്ത്, ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെന്റിനകത്ത് നമ്മളൊരു പ്രശ്നം കൊണ്ടുവരുമ്പോൾ അതിനോട് തത്തുല്യമായി പാർലമെന്റിന്റെ പുറത്തും ഇത്തരത്തിലുള്ള, അപ്പോൾ ഇന്ത്യയിലെല്ലാ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മണ്ഡൽ കാലഘട്ടത്തിൽ അറിയാം, അതുപോലെ തന്നെ ഷബാനു ബീഗം കേസിന്റെ കാലത്തൊക്കെ അറിയാം. പക്ഷെ നമ്മളൊക്കെ ചോദ്യം അതല്ല. അതായത് ഈ സമരം തുടങ്ങിയിട്ട് കുറെ ദിവസമായി, നമുക്കറിയാലോ. 21 ദിവസം സോനം വാങ്ചൂക്ക് പട്ടിണി കിടന്നു. അപ്പോഴൊന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയിട്ടില്ല. 2 ദിവസം മുമ്പ് പ്രതിപക്ഷ കക്ഷികളുടെ താങ്കളൊരു ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താങ്കൾ നിൽക്കുന്നത്. നമ്മൾ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ CPM-ഉം കോൺഗ്രസും ലീഗും ഒന്നുമില്ല. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്, നിങ്ങളാണ് പ്രതിപക്ഷം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചത് തന്നെ ഈ പ്രതിപക്ഷത്തിനാണ്. അപ്പോൾ വൈക്ക് വയ്യായിട്ട് പറയുകയാണെങ്കിൽ അയോധ്യ കേസുണ്ട്, അയോധ്യയിൽ പണം കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. നീറ്റിൽ 22 ലക്ഷം കുട്ടികൾ എഴുതിയ ചോദ്യ പേപ്പർ ചോർന്നു, 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഞാനൊരു എൻട്രൻസ് അധ്യാപകനാണ്, താങ്കൾക്കറിയാം. എൻ്റെ ഒരു വിദ്യാർത്ഥി ആദ്യത്തെ എക്സാം എഴുതിയിട്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, സാറേ ഞാൻ എൻട്രൻസ് തൂക്കിയെന്നാണ് പറഞ്ഞത്. കാരണം അവന് 720-ൽ 675 മാർക്കുണ്ട്. അപ്പോൾ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS ഡോക്ടറായിട്ട് കോട്ടിട്ട് പോകുന്നത് സ്വപ്നം കൊണ്ടൊരു വിദ്യാർത്ഥിയാണ് അവന്. എക്സാം ക്യാൻസൽ ആയിട്ടുള്ള ഈ വാർത്ത വന്നത് തൊട്ട് ആ ചെറുക്കൻ മാനസികമായിട്ട് പ്രശ്നത്തിലായി. അവൻ എക്സാം എഴുതിയില്ല, റീനീറ്റ് എഴുതിയില്ല, ഇവർ മാറ്റിവെച്ച എക്സാം അവൻ എഴുതിയില്ല. എന്ന് മാത്രമല്ല, ആ ചെക്കൻ ഇന്ന് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. ഒരു ഡോക്ടറായിട്ട് പോവേണ്ട ഒരു പയ്യൻ എഞ്ചിനീയറിംഗ് ആയിട്ട് പോയി. അപ്പോൾ 22 ലക്ഷം എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞു, ഒരു സംസ്ഥാനത്തെ ജനസംഖ്യയേക്കാൾ വലുതാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഗാസയിലെ ജനസംഖ്യ വെറും 21 ലക്ഷമാണ്. ഈ ഗാസയിലെ പ്രശ്നം എത്രയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മളെ നാട്ടിലെ ഈ യുവാക്കളെ എവിടെയാണ് ഈ പ്രതിപക്ഷം അഡ്രസ്സ് ചെയ്തതെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അവരുടെ വേദന, CJP മാറ്റി നിർത്തൂ, ഈ വിദ്യാർത്ഥികളുടെ വേദന നിങ്ങൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്യാത്തോണ്ടല്ലേ ഞങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത്? അല്ല, അങ്ങനെ എന്താണ്,
എല്ലാ സമരത്തിനും പ്രതിപക്ഷ നേതാവ് പോയി സമരം ഏറ്റെടുക്കുക. ഇതിൽ BJP ഒരു കോർപ്പറേറ്റ് അജണ്ട ഇതിൻ്റെ എല്ലാ സംവിധാനത്തിലുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ സോനം വാങ്ചുക്ക് നമുക്കറിയാലോ, ലഡാക്കിന് വേണ്ടി നടത്തിയ സമരം. ഇപ്പം നമ്മൾ ദൈർഘ്യം വിചാരിച്ചാൽ വിശദീകരിക്കല്ല. അതറിയാം, അത് അദാനിക്ക് വേണ്ടി ലഡാക്ക്, അതിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഒക്കെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളാണ്. അത് മാത്രമല്ല നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഈ കോർപ്പറേറ്റ് ഇതുണ്ട്. BJP ശരിക്ക് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കപിൽ സിബൽ പറഞ്ഞല്ലോ, ഈ ജുറാസിക് പാർക്കിൽ ആ 2 ഡൈനോസേഴ്സ് ഇത് വിൽക്കുകയും മറ്റു 2 കുത്തകൾ ഇത് വാങ്ങാൻ നിൽക്കുകയും ചെയ്യാം. ഇന്ത്യയിൽ അങ്ങനെ നടക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നീറ്റിന്റെ ഗൗരവമൊക്കെ നമുക്കറിയാം. പക്ഷെ CJP എന്ന് പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ വരുന്നത് നമുക്കറിയാം. ജൂൺ 8-ാം തീയതിയാണ് അവർ സമരം തുടങ്ങുന്നത്. CJP ഉണ്ടാകുന്ന ഒരു സാഹചര്യം അറിയാലോ. സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു പരാമർശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് അങ്ങനെ ഒരു ആവേശത്തെ, ഞാൻ അവരുടെ മുദ്രാവാക്യത്തെ ഈ സമരത്തെയോ അത് ഉറപ്പാണല്ലോ, ഞങ്ങൾ ഇന്ത്യ മുന്നണി ഇപ്പൊ ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് BJP ഇന്ത്യ ഭരിക്കുമ്പോൾ ഞാനതിന് കോർപ്പറേറ്റ് കച്ചവടത്തിന്റെ ഇടയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ളതിനൊക്കെ നമ്മൾ പൊടുന്നനെ ചാടിപ്പിടിക്കാൻ, അണ്ണാ ഹസാരയുടെ സമരം നമുക്കറിയാം. അണ്ണാ ഹസാരയുടെ സമരം ലോകത്തിൽ തന്നെ ഏറ്റവും എന്താ പറയാ കൃത്യമായ സാമ്പത്തിക കാഴ്ചപ്പാടോടുകൂടി അമേരിക്കയിലെ ബാങ്കുകളൊക്കെ തകർന്നു വീണപ്പോൾ, ലോകം സാമ്പത്തികമായി പൊട്ടിയപ്പോൾ അതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ കരുതൽ ധനം കൊണ്ടുപോയി, കരുതൽ സ്വർണം കൊണ്ടുപോയി ബ്രിട്ടനിൽ പണയം വെക്കുമ്പോൾ അവിടുന്നാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇങ്ങനെ വരുന്നത്. ലോകത്തിലെ സർവകലാശാലകൾ, വികസിത രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നതിന് ചർച്ച നടക്കുമ്പോഴാണ് ഈ ഗവൺമെന്റിന് എതിരായിട്ട് ഒരു സമരം ചെയ്യാൻ കോമൺവെൽത്ത് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ധാരാളമായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു സംഗതി ഉണ്ടെന്നാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ BJPയുടെ ഒരു വലിയ അജണ്ട ഉണ്ട് അവിടെ. BJPയുടെ കൊടിയ വർഗീയത ഉണ്ട്. ആ വർഗീയ അജണ്ടകളെയും അവരുടെ കോർപ്പറേറ്റ് അജണ്ടകളെയും മൂടി വെക്കാൻ അഴിമതി എന്നതിനെ പർവ്വതീകരിച്ചുകൊണ്ട്, അഴിമതിയും വർഗീയതയും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഈ വർഗീയത പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞൊരു ഗാന്ധിയൻ, അണ്ണാ ഹസാരയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചതിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നു. അത് മാത്രമല്ല, ആ സമരം ഉണ്ടായപ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയോട് ഒരു ടെലിവിഷൻ ചർച്ചയിൽ ചോദിച്ചു, അണ്ണാ ഹസാരയുടെ സമരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിർഭാഗ്യകരമായിട്ട് അദ്ദേഹം പറയാണ് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രത്യേക ശൈലി അങ്ങനെയല്ലായിരുന്നു. അതെന്താണ് എന്ന് പോലും നമ്മൾ ആലോചിച്ചില്ല. അതിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മിയൊക്കെ ഉണ്ടാണ്. അപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്തുണ്ടാകുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല, തൃണമൂൽ കോൺഗ്രസ് പോലും ഒരു അന്ധമായ ഇടതുപക്ഷ വിരോധത്തിന്റെ, കോൺഗ്രസിനോടുള്ള ഒരു പകയുടെ ഒക്കെ ഭാഗം അങ്ങനല്ല ഉണ്ടാവേണ്ടത്. ഒരു സുപ്രീം കോടതി പരാമർശത്തിന്റെ പേരിൽ ഒരു സംഘം ഇറങ്ങി ഇതിനൊരു ആദർശപരമായ ഒരു അടിത്തറ അത് വേണം. കാഴ്ചപ്പാടുകൾ വേണം, നിലപാടുകൾ വേണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർ ഉയർത്തിയ ഇഷ്യൂ മോശമാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമരം വരുമ്പോ പെട്ടെന്ന് തന്നെ അതിലേക്ക് തയ്യാറായില്ല എന്നല്ല, ആ കാര്യത്തിൽ നമ്മൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതെ അതെ. നിങ്ങളിപ്പോ ഒരു കാര്യം നിങ്ങൾ സൂചനയിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇന്ത്യ ഇങ്ങനെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അണ്ണാ ഹസാരെ സമരമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിൽ വിദേശ ശക്തികളുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, അതിൽ എന്താണ്, അതിന്റെ അജണ്ടകളൊക്കെ പുറത്തു വന്നല്ലോ. അതെ അതെ. പക്ഷെ ഇപ്പോള് ഈ CJP നടത്തുന്ന സമരത്തിനെതിരെ ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള RSS ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ സോനം വാങ്ചുക്ക് ഒരു ചൈനാചാരനാണ്, ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും ജിഹാദികളുടെയും ഒക്കെ പിന്തുണയോടെയും അമേരിക്കൻ CNN പിന്തുണയോടെയൊക്കെയാണ് ഈ സമരം നടക്കുന്നത്. ഇത് രണ്ടും ഒരേ സ്വരായി വരുന്നുണ്ടോ എന്നൊരു സംശയം. RSS എല്ലാ കാലത്തും അതല്ല, നിങ്ങളിപ്പോ പറഞ്ഞു ഈ അണ്ണാ ഹസാരയുടെ പിന്നിലുള്ള അതേ അജണ്ട പോലെ ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് അങ്ങനെല്ലാം പറഞ്ഞു. 2 സംഗതി ഉണ്ട്. അണ്ണാ ഹസാരയുടെ പിന്നില് വിദേശ ശക്തികൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അണ്ണാ ഹസാരയുടെ പിന്നിലുണ്ടായിരുന്നത് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ തകർക്കുക, താഴെയിറക്കുക, BJPയുടെ വർഗീയ അജണ്ട പുറത്തു വരാതിരിക്കുക, ഇന്ത്യയിലെ ചില കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് തർക്കമില്ലല്ലോ. അതുകൂടെ അണ്ണാ ഹസാരെ കാണാനില്ല, അയാൾ മരിച്ചു പോയിട്ടൊന്നുമില്ല. അതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ ഈ CJP എന്ന് കുറിച്ച് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ, CJPയുടെ ഈ സമരത്തെയും ഈ ഇഷ്യൂവിനെയും 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കട്ടെ,
ഇന്ത്യയിൽ BJP നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ജെൻസി തലമുറ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു ഇപ്പോ ആൽഫ ആണ്. അപ്പൊ ഒരു 30-35 വയസ്സ് പ്രായമുള്ളവരൊക്കെ ജെൻസികളായിട്ട് വരും. അവർ ഇവര് മൂന്നാം മോഡി ഗവൺമെന്റ് ആണ് വരുന്നത്. ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി അല്ലേ? ലോകത്തിന്റെ മുന്നിൽ ഈ രാജ്യം നാണം കെട്ട ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി. ഇന്ത്യയിൽ പട്ടിണി മരണങ്ങളുണ്ടായി. അതുപോലെ തന്നെ മണിപ്പൂർ ഇഷ്യൂ നമ്മൾക്ക് അറിയാലല്ലേ? എല്ലാ മാനവികതയും തകർത്തുകൊണ്ട് വന്ന പ്രശ്നങ്ങൾ. ഇവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു സംഗതിയെ കണ്ടിട്ടില്ല. ഇത് ഈ ഒരു കോടതി പരാമർശത്തിന്റെ പേരിൽ ഉണ്ടായ അതാണ് ഞാൻ ഇത് എന്താണ് ഇന്ത്യ മുന്നണിയുടെ നയം ഒന്നായിട്ടില്ല പറഞ്ഞു. ഞാൻ എന്റെ ഒരു വ്യൂ പറയാം. അപ്പൊ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാവും. ഒന്നും വേണ്ട. ഒരു രാജ്യത്തിന്റെ നിങ്ങൾ നാലിക്ക് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ രാജ്യമുണ്ട് പൗരത്വത്തെ ചോദ്യം ചെയ്യാണ്. ഇന്ത്യയിൽ എന്താണ് പൗരത്വ രേഖ? പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, ഇലക്ഷൻ ID പൗരത്വ രേഖയല്ല, ആധാർ പൗരത്വ ഒരു പ്രത്യേക വിഭാഗത്തെ പൗരത്വ രേഖയുടെ പേരിൽ അന്നുണ്ടായ സമരങ്ങൾ നമ്മൾക്ക് അറിയില്ലേ? പൗരത്വ ബില്ല് വന്നപ്പോ ഉണ്ടായ സമരങ്ങൾ അറിയില്ലേ? ഇപ്പൊ തന്നെ ബംഗാളില് ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തിനകത്ത് പഴയ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെ രാജ്യത്തിന്റെ പൗരന്മാരെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ജയിലുകൾ ഉണ്ടാക്കുന്ന കാലം. ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഫാമിലി പോലും ഇല്ല. ആ ഘട്ടത്തിലൊന്നും CJP കണ്ടിട്ടില്ല. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യം അല്ല, ഞങ്ങൾ CJPയുടെ വക്താവാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്താണ് CJPയുടെ വക്താവായിട്ടും അതിന്റെ എതിരിന്റെ വക്താവായിട്ടും അല്ല. താങ്കൾ എണ്ണി പറഞ്ഞു. ഇപ്പൊ മണിപ്പൂർ കലാപം താങ്കൾ പറഞ്ഞു, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞു, അതുപോലെ തന്നെ പട്ടിണി, ആൾക്കൂട്ട കൊലപാതകങ്ങൾ പറഞ്ഞു. ഇതൊക്കെ താങ്കൾ പറഞ്ഞു. പൗരത്വത്തിന്റെ കേസൊക്കെ പറഞ്ഞു. ഇതിൽ പൗരത്വത്തിന്റെ പേരിൽ പല സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യത്തെ തവണ മോഡി അധികാരത്തിൽ വരുമ്പോൾ വരും 33% ആളുകൾ മാത്രമേ BJPനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള ആളുകൾ മൊത്തം പ്രതിപക്ഷത്തിനാണ് വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് യോജിക്കാൻ സാധിച്ചില്ല, വിഷയങ്ങളിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ CJP ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ മുന്നോട്ട് വന്നു. ഇത്രയും താങ്കൾ എണ്ണി പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ആ പ്രശ്നങ്ങളിലല്ല രാജ്യം ഒറ്റക്കെട്ടായി സമരം നടത്തിയത്. അതായത് ഈ കാർഷിക സമരം നടന്നല്ലോ നമ്മുടെ രാജ്യത്ത്. ആ കർഷക സമരം വിജയിച്ചല്ലോ. അവിടെ 2 സ്റ്റേറ്റിലുള്ള കർഷകർ, അതും സിഖ് സമുദായത്തിലെ കർഷകർ മാത്രമല്ലേ മുന്നോട്ട് വന്നുള്ളൂ. ആ കർഷകർ വിജയിപ്പിച്ചു. പക്ഷെ ബാക്കിയുള്ള സമരങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ല. കർഷക സമരവും എന്താണ് പൗരത്വ സമരവും ഒരുപോലെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? കർഷക സമരത്തിന് ഒരുപോലെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, രണ്ടും സമരല്ലേ? അല്ല അത് രണ്ടും സമരമാണ്. അത് ഒരുപോലെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? സമരങ്ങളൊക്കെ ആണോ? ഒരുപോലെയാണ് മനസ്സിലാക്കിയത്. ശരി, ഓക്കെ, വിട്ടു. ശരി, അടുത്ത അല്ല, നിങ്ങൾ അങ്ങനെ പോവല്ല. അങ്ങനെ പോവല്ല. കർഷക സമരം നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാൻ കർഷകരെ കൊണ്ട് സാധിച്ചു. ബാക്കിയുള്ള ഒരു സമരം പ്രതിപക്ഷം സമരം ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ എന്താ സമരങ്ങൾ വിജയിക്കാത്തത്? അതാണ് എന്റെ സംശയം. അത്രേ ഉള്ളൂ എന്റെ സംശയം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയും. ഈ 2 സമരങ്ങളെ 2 ഇഷ്യൂവിനെയും ഇവിടെ എന്താണ് കർഷകരുടെ അന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾക്ക് അറിയാലോ അല്ലേ? എന്താണ് പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരെ എന്താണ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നതും അതിന്റെ മാർക്കറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാം. അതിനെയും ഈ ഇന്ത്യയിൽ നടക്കുന്ന പൗരത്വ സമരത്തെയും ആൾക്കൂട്ട കൊലപാതകത്തെയും രണ്ടും കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ വളരെ ഉപരിപ്ലവമായിട്ടാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. RSSന്റെ ഒരു നൂറ്റാണ്ടിന്റെ അജണ്ട ഉണ്ട്. അതിൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞ് എണ്ണിയിട്ടുണ്ട് 3 അല്ലെ? ഹിന്ദുക്കളും ആഭ്യന്തര മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും. അങ്ങനെ അതിൽ ഇവരിപ്പോ പിടിക്കണ ആരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട്? മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം സമൂഹത്തെ ഇവിടെ അപരവൽക്കരിക്കാനും അവരെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാനും അത് RSSന്റെ ഹിന്ദുരാഷ്ട്രം എന്ന അജണ്ടയിലേക്കുള്ള പോക്കാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ പശുവിന്റെ പേരിൽ നടക്കുന്ന അല്ലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ പ്രശ്നം ഒന്നും വേണ്ട. ഇപ്പോ രാമക്ഷേത്ര പ്രശ്നം അല്ലെ, ശ്രീരാമ ജന്മഭൂമി പ്രശ്നം തുടങ്ങുന്നത് അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? ഇന്ത്യ ഹിന്ദുത്വത്തിലേക്ക് BJP RSS പറയുന്ന ഹിന്ദു രാജ്യത്തിലേക്ക് രാമരാജ്യം എന്ന് ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാമരാജ്യം, ഗാന്ധിജിയുടെ രാമൻ മര്യാദ രാമൻ. പക്ഷെ LK അഡ്വാനിയുടെ രഥയാത്രയിലെ രാമൻ രൗദ്രഭാവം കൊണ്ട് വില്ലു വലച്ച് നിൽക്കുന്ന രാമനാണ്.
അതിന്റെ പേരിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. അതിന്റെ പേരിലാണ് ഇനെന്താണ് ശ്രീരാമ ജന്മഭൂമി ഏറ്റെടുക്കുകയും അവിടെ രാംലല്ല വിഗ്രഹം സ്ഥാപിക്കുകയും പ്രധാനമന്ത്രി ജനാധിപത്യ ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ മുഖ്യ കാർമ്മികനായി ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു വലിയ അജണ്ടയുടെ ഭാഗമായി RSSഉം ഇവിടുത്തെ സംഘ് കുടുംബങ്ങളും RSS മാത്രമല്ലല്ലോ സംഘ് പരിവാറിന്റെ വിവിധ ഫ്രാക്ഷനുകളും നടത്തി വരുന്ന വ്യത്യസ്തമായ ഇടപെടലുകളുണ്ട്. അതും ഒരു ഇഷ്യൂ ബേസ്ഡ് സമരത്തെ ഒരുപോലെ കാണാൻ പാടില്ല. ഇപ്പൊ CJP നടത്തുന്ന ഇപ്പോഴത്തെ നീറ്റ് എക്സാമിന്റെ പ്രശ്നമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് നീറ്റ് പരീക്ഷയിലെ കൃത്രിമങ്ങൾ അവസാനിച്ചാൽ ഇന്ത്യയിൽ RSS ഉയർത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതിനെ ജനാധിപത്യ രീതിയിൽ പരിഹരിക്കാനുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടം എത്ര കാലം നടന്നു? ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ പോരാടിയില്ലേ? നൂറ്റാണ്ടുകളോളം പോരാടി നമ്മൾ. 200 വർഷം നൂറ്റാണ്ടുകളോളം പോരാടിയിട്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം. ആ സമരം എല്ലാ സമരവും വിജയിച്ചതുകൊണ്ടും അവസാനത്തെ സമരം മാത്രം വിജയിച്ചതുകൊണ്ടുമല്ല, അതൊരു വലിയ പ്രോസസ്സാണ്. അന്ന് ബ്രിട്ടീഷുകാരന്റെ പാദസേവ നടത്തിയവർ നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് 3/4 നൂറ്റാണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുകയാണ്. അവർ കൊണ്ടുവരുന്ന അതേ അജണ്ടകളുണ്ട്. അത് കുറച്ചുകൂടി ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നത് സാമ്രാജ്യത്തെ താല്പര്യവും അവരുടെ ബിസിനസ് താല്പര്യവും മാത്രമാണെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു മാനവിക വിരുദ്ധമായ താല്പര്യങ്ങൾ പോലുമുള്ള ഒരു ഫാസിസ്റ്റ് അജണ്ടയുള്ള ഒരു സംഘത്തിനെതിരായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഈ ഇഷ്യൂ ബേസ്ഡുള്ള സമരം അതാണ് നിങ്ങളോട് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാണ് താങ്കൾ. അല്ല, ഞാൻ ചോദിക്കണമല്ല, അതാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ആ എല്ലാ സമരത്തും ഒരുപോലെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അല്ല, ഇവിടെ ഇപ്പൊ പ്രശ്നം എത്ര ഉള്ളൂ. ഇവിടെ യുവാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം എത്രേ ഉള്ളൂ. ആ ചോദ്യത്തിനാണ് ഇത്രയും നേരം ഞാൻ അങ്ങനെ ആൻസർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എത്രയേ ഉള്ളൂ, ഞങ്ങളല്ലല്ലോ ഇവിടെ. ഇപ്പൊ ഇന്ന് തന്നെ പ്രധാനമന്ത്രി പറയുന്നത്, ഇന്നിപ്പോ പ്രധാനമന്ത്രിക്ക് ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. പുള്ളി ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കും. ഇന്നത്തെ പ്രസ്താവന, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചുകാണ്ട് നമ്മുടെ അഭിമാനമായിട്ട് മാറണം, അവർ സമരം ചെയ്യേണ്ടതില്ല. ഇപ്പൊ തൊട്ടുമുമ്പ് തന്നെ നിങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞു, നൂറ്റാണ്ടുകളോളം സമരം ചെയ്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചാൽ മതി, സമരം ചെയ്യേണ്ടത്. അപ്പൊ സമരം ചെയ്യേണ്ടത് പിന്നെ ആരാണ്? അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. ഒരു അഭിപ്രായ ഐക്യം പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലുള്ള ഇന്ത്യ മുന്നണിയുടെ പരാജയം തന്നെയല്ലേ ഇപ്പൊ യുവാക്കൾ ഈ തല്ലുകൊള്ളേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു നിസ്സാര ചോദ്യം മാത്രമാണ്. അതായത് ഒരുപാട് കക്ഷികളുണ്ടല്ലോ, മുള്ളും മുരട് മൂർക്കം പാമ്പ് എന്ന് പറഞ്ഞ പോലെ BJPക്ക് എതിരെ നിൽക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. ഇവർക്കൊന്നും ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളത് അങ്ങ് തുറന്നു പറയൂ. ഞാൻ നേരം വെളുക്കുക രാമായണം ഓതിട്ടേ പിന്നെ രാമസീതൊക്കെ എപ്പടി നിങ്ങൾ ചോദിച്ചാലേ ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അതായത് ഒരു അഭിപ്രായ ഐക്യം ഇന്ത്യ മുന്നണി ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞു ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്നും. അതായത് ഓരോരോ പാർട്ടികൾ അവരുടേതായ രീതിയിൽ സമരം ചെയ്യുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു. അല്ല, അത് നമ്മൾ പറയുന്നത് ഇപ്പൊ പൗരത്വത്തിനെതിരെ നമ്മൾ കോഴിക്കോടൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് സമരം നടത്തി. ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളെ മറുപടി എന്ന് പറയും, ഞാൻ സമ്മതിച്ചുതരാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാണ്. അത് വലിയ അല്ലല്ല, അത് ഭയങ്കരമായൊരു പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പറയുന്നത് നമ്മൾ ആരോടാണ് പറയുന്നത് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയണില്ലെങ്കിൽ. അല്ല, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കാണുന്നത് ഇഷ്യൂ ബേസ്ഡ് സമരങ്ങളെ കുറിച്ചുള്ള വിഷയമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പോൾ BJPയുടെ അജണ്ടയിൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഏറ്റെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ വെറും ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സമരങ്ങൾ മാത്രമല്ല, അതിന്റെ വിശദമായ കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കത് ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലാണില്ല, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉണ്ടാവും, ചില ആളുകൾക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളൊരു കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. എന്താ പറയുക, നിങ്ങളിപ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ സമരം ഏറ്റെടുത്തില്ല, എന്തുകൊണ്ട് ഈ സമരം ഏറ്റെടുത്തില്ല, എന്താണ് അത് അങ്ങനെ പോയത്, എന്തെങ്കിലും എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാത്ത, ഒരുമിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒറ്റ പാർട്ടിയായി പോരെ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, DMK ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, പിന്നെ ആരാള് തൃണമൂലുണ്ട്. അല്ല, അതൊക്കെ പോട്ടെ. അതൊക്കെ തൃണമൂൽ കോൺഗ്രസിന് ഞാൻ അവരെ മോശമാക്കി പറയില്ല. തൃണമൂൽ കോൺഗ്രസ് ഒന്നും എന്താണ് പ്രത്യയശാസ്ത്രപരമായി അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞ എന്താ പറയാ, അതാണ് ഞാനും നിങ്ങളും ഇതിന്റെ എന്താ പറയാ കാഴ്ചപ്പാട് വ്യത്യാസം. തൃണമൂൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല. അതൊരു വിരോധത്തിന്റെ പേര്, ഒരു ജനതയോടുള്ള വിരോധം കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടൊപ്പം നമ്മൾ എന്നും ഈ ഇടതുപക്ഷക്കാരോട് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഇടതുപക്ഷങ്ങളുണ്ട് കേട്ടോ ഇതിന് ഞാൻ അവരുടെ ആദർശപരമായ സുഭദ്രതയൊന്നും ചോദ്യം ചെയ്യാനാണ്. പക്ഷെ നമ്മൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോട് പറഞ്ഞ അന്ധമായ വിരോധം, അന്ധമായ കോൺഗ്രസ് വിരോധം അവർക്കുണ്ടായപ്പോ, ഇപ്പൊ മുസ്ലിം ലീഗാണ് ഞങ്ങളെ പാർട്ടി,
ഞങ്ങൾ മുസ്ലിം ലീഗ് ആയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായതുകൊണ്ടാണ്. അല്ല, ഇപ്പോ 103-ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റിൽ വന്നു. NDA ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ കക്ഷിയായ കോൺഗ്രസ് ആ ഭരണഘടനാ ഭേദഗതിയുടെ കൂടെ നിന്നു. ഞങ്ങൾ അതിനെതിരായിരുന്നു. നമ്മൾ വേറെ പാർട്ടി ആയതുകൊണ്ടാണ്. പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിൽ തർക്കമൊന്നുമില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു മുന്നണിയായി കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പൊ നിൽക്കുന്നതിൽ ഇടതുപക്ഷങ്ങളും DMK-യും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അങ്ങനെ വളരെ കുറച്ച് പാർട്ടികളെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോ ഒന്നും വേണ്ട, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി വന്നു, ചൂലൊക്കെ ആയിട്ട് വന്ന ആപ്പ്. ഇവിടെ മലപ്പുറത്തൊക്കെ വലിയ പ്രകടനം നടന്നിരുന്നു അല്ലേ? ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണ്? അല്ല, നിങ്ങൾ ആ പോയിന്റിൽ ഞാൻ വളരെ ഓക്കെയാണ്. അതായത് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഉയർന്നു വരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഇതുപോലെ ആവുകയാണ്. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഈ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷനുമായിട്ട് മുന്നോട്ട് വന്നു. UPA താഴെ ഇറക്കി, അവർ BJP അധികാരത്തിൽ എത്തിച്ചു, അവർ ഡൽഹി പിടിച്ചു, പഞ്ചാബ് പിടിച്ചു. പക്ഷെ ഇപ്പൊ അതിന്റെ അവസ്ഥ നിങ്ങൾ പറഞ്ഞ പോലെ പരിതാപകരമാണ്. അത് ഒന്നാകെ അങ്ങോട്ട് BJP-യിലേക്ക് വലിച്ചു പോകുന്ന രീതിയിലേക്കായി. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിലും താങ്കളുടെ ഒബ്സർവേഷൻ വളരെ കറക്റ്റ് ആണ്. അന്ധമായ CPM വിരോധം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ പാർട്ടി അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ അധികാരം നഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ ആ പാർട്ടി BJP-യിലേക്ക് പോയി. ഇതൊക്കെ താങ്കൾ പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. താങ്കൾ പറഞ്ഞ ആ ഒരു പ്രസ്താവനയിലും ആളുകൾ അത് അങ്ങനെയാണ് കാണേണ്ടത്. അതായത് ഇന്ത്യ മുന്നണി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് അന്തിമമായ റിസൾട്ട് ഉണ്ടാവുക എന്നാണ് താങ്കൾ. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് സമര പോരാട്ടത്തിന്റെ ഭാഗമായില്ല, മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കുക. അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്തില്ലേ, ആ ബ്രിട്ടീഷ് പാർശ്വവർത്തികളാണ് നിർഭാഗ്യവശാൽ മഹാത്മജിയെ കൊന്നവർ. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ ഈ പ്രശ്നം അവസാനിപ്പിക്കാം. ഏതൊരു ആദർശത്തിന് വേണ്ടിയിട്ടാണോ 48 ജനുവരി 30 ബിർള മന്ദിരത്തിന്റെ മുന്നിൽ മഹാത്മജി വെടിയേറ്റ് മരിച്ച് രക്തസാക്ഷിയായത്, വെടിയേറ്റ് മരണപ്പെട്ടു പോയത്, ആ ഒരു ആദർശത്തിന്റെ ആ ഒരു ഇന്ത്യയുടെ തിരിച്ചുവരവിന് വേണ്ടി, തിരിച്ചെടുപ്പിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നത് വ്യത്യസ്തങ്ങളായ ഫ്രാക്ഷൻ അല്ലെ? സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ നോക്കി, നമ്മുടെ ലോകത്ത് എവിടെ അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അയിത്തോച്ചാടനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ക്ഷേത്രപ്രവേശനം അല്ലെ, വഴി നടക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അന്ന് ഗാന്ധിജി പറഞ്ഞ ഹരിജനോദ്ധാരണം ഇപ്പൊ പറയാൻ പാടില്ല, പക്ഷേ അഹിംസ, അതിന്റെ കൂടെ ഇനെന്താണ് ഖിലാഫത്ത് മൂവ്മെന്റ് വരെ ഗാന്ധിജി സ്വാതന്ത്ര്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നാലും വ്യത്യസ്തമായ ധാരകൾ ഉണ്ടായിരുന്നു എന്നതുപോലെ ഇവിടെ നമ്മളിപ്പോ വരുത്തേണ്ടതാണ് നമ്മുടെ രാജ്യം, മഹത്തായ ഇന്ത്യ, ഇവർ പറയുന്ന ഭാരതം, നമ്മുടെ ഒരു ഭാരത സംസ്കാരം, അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ ആ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിൽ ഒരിക്കലും ഊറ്റം കൊള്ളാത്ത, ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത് 2 കോർപ്പറേറ്റുകൾ വാങ്ങാനും 2 ദിനോസറുകൾ വിൽക്കാനും നിൽക്കുന്ന ഈ ഇന്ത്യയെ വിമോചിപ്പിച്ച് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്ക്, LK അഡ്വാനിയുടെയും നരേന്ദ്രമോദിയുടെയും രാമനിൽ നിന്ന് മഹാത്മജിയുടെ രാമരാജ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഓരോ ഇത് പറഞ്ഞേ, ഈ അച്ചേരി കുഞ്ഞികൃഷ്ണ മാഷ് പറഞ്ഞാൽ അവിടെ ഒരു ഷാപ്പുണ്ട്, ഇവിടെ ഒരു ഷാപ്പുണ്ട്, അത് അവിടെ പൂട്ടി, ഇതെന്താ ഇവിടെ തുറക്കാഞ്ഞെന്ന് ചോദിച്ചാല് അതങ്ങനെ നീണ്ടു പോകില്ല. അതായത് വെറുപ്പിന്റെ തെരുവിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പോലെയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. സ്നേഹത്തിന്റെ കട തുറന്ന പോലെ വെറുപ്പിന്റെ അങ്ങാടി തന്നെ പൂട്ടണം. ഇതോടൊപ്പം ഞാൻ താങ്കളുടെ ഒരു പ്രസ്താവനയില് ഇപ്പൊ DMK ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് താങ്കൾ പറഞ്ഞു. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇലക്ഷനെ സമീപിച്ചത് അല്ലെ? അപ്പോ നമ്മള് ഇപ്പൊ ഈ ആം ആദ്മിയെ പോലെ തന്നെ CJP പോലെ തന്നെ ഒരു പാർട്ടി ആയിട്ടാണ് ഈ വിജയുടെ തമിഴ് വെട്രി കഴകത്തെ നമുക്ക് കാണാൻ പറ്റുക. ഒരു സിനിമാ നടന് മുൻ രാഷ്ട്രീയ പരിചയം ഒന്നുമില്ല, അയാൾ കുറച്ച് ഫാൻസ് അസോസിയേഷനെ കൂട്ടിച്ചേർത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പിനെ നിൽക്കുന്നു. പ്രത്യേകിച്ച് അവിടെ പറയാൻ DMK-ക്കെതിരെ കാര്യങ്ങളൊന്നും പറയാനില്ല. വലിയൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അടിത്തറയുള്ള DMK-ക്കെതിരെ, നല്ലൊരു മുഖ്യമന്ത്രിക്കെതിരെ ഈ എന്തൊക്കെയോ പ്രചാരണം അയച്ചുവിട്ട് അദ്ദേഹം വിജയിച്ചു. തമിഴ്നാടാണ്, അവിടെ വെള്ളിത്തിരയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗ് നൂറ്റാണ്ടുകളോളം എന്ന് ഞാൻ പറയാം, പതിറ്റാണ്ടുകളോളം DMK-യുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. ഖാദർ മൊയ്തീൻ സാഹിബിനൊക്കെ DMK-യുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലൊക്കെ മത്സരിച്ച് MP ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുസ്ലിം ലീഗിന് MP ഉണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MP-മാര് മുസ്ലിം ലീഗിന് പാർലമെന്റിലുണ്ട്. അതിലൊന്ന് തമിഴ്നാട്ടിൽ നിന്നാണ്. ആ മുസ്ലിം ലീഗ്
ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ ഒറ്റയടിക്ക് DMK പിന്നിട്ടുകൊണ്ട് TVKന്റെ കൂടെ പോയി. ഇപ്പൊ താങ്കളപ്പോ പറഞ്ഞു അടിത്തറയുള്ള രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടതെന്ന്. അങ്ങനെ TVKയുടെ കൂടെ പോകാനുള്ള ഒരു കാരണം എന്താന്നുള്ളത്? അതിലെന്താണ് ഒറ്റയടിക്ക് എന്നുള്ളത് ഒന്ന് കട്ട് ചെയ്താൽ ഒറ്റയടിക്ക് എന്നുള്ളത് തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ അപ്രതീക്ഷിതമായിരുന്നു. എല്ലാവരും വിചാരിച്ചിരുന്നത് സ്റ്റാലിൻ തിരിച്ചു വരുന്നു എന്ന് തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും അത്തരത്തിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു വാർത്താവിനിമയ സംവിധാനങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. വിജയുടെ പാർട്ടി വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ കേട്ടോ DMK എന്ന് പറഞ്ഞാൽ തന്തൈ പെരിയാറിന്റെയും അണ്ണാദുരയുടെയും അതുപോലെ തന്നെ കരുണാനിധിയുടെയും MGRന്റെയും ഒക്കെ ഒരു ലെഗസി ഉണ്ട്. ദ്രാവിഡ പൊളിറ്റിക്സ്. ദ്രാവിഡർ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ചിരപുരാതനമായ സമൂഹമാണ്. അത് മാത്രമല്ല സംസ്കൃതത്തിനേക്കാൾ പഴയ ലാംഗ്വേജ് ആണ് തമിഴ്, ശന്തമിഴ്. അതുകൊണ്ടാണ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യക്കൊരു ഔദ്യോഗിക ഭാഷ രാഷ്ട്രഭാഷ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാവേണ്ടത് ചരിത്രവും പാരമ്പര്യവും അനുസരിച്ച് തമിഴാണെന്ന്. അപ്പൊ ആ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMK ഒക്കെ നേരത്തെ പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഈ വിജയുടെ വരുന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലൊക്കെ വന്നതുപോലെയുള്ള മധ്യവർഗത്തിന്റെ ഒരു പാർട്ടിയാണ്. ഒരു പെട്ടെന്ന് വന്നതാണ്. നമ്മൾ പറയല്ലോ ഒരു സുപ്രഭാതത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ തെന്നിന്ത്യയിലേക്കുള്ള RSSന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഹിന്ദുത്വ അജണ്ടയെ ഇന്ത്യയെ 2025 ഹിന്ദു രാജ്യമാക്കാന്ന RSSന്റെ അജണ്ട നമ്മളെന്ത് പറയുന്ന മാതിരി നാളെ നേരം വെളുക്കുമ്പോൾ എന്തേ നടക്കണമെന്നല്ല. ഒരു നൂറ്റാണ്ടിന്റെ അജണ്ട വെച്ചിട്ടാണ് RSS രൂപീകരിക്കുന്നത് 1925. അത് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളും അവരുടെ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ട് പോലും അതിനുവേണ്ടി പോരാടുകയാണ്. പക്ഷെ തെന്നിന്ത്യയിലേക്കുള്ള RSSന്റെ കടന്നുകയറ്റത്തെ കൃത്യമായി തടഞ്ഞു വെച്ച ദ്രാവിഡ രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. അതിലൊരു തർക്കമില്ലല്ലോ. ഒരു പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയത്തെ പോലെ RSSനെ ശക്തമായി അത് നഖശിഖാന്തം എന്ന് പറഞ്ഞതിലെല്ലാം പോഴും അവിടെയാണ് DMK എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും ശക്തമായ കക്ഷിയെ മറികടന്നുകൊണ്ട് TVK വരുന്നത്. അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. അപ്പുറത്ത് അണ്ണാDMK ഉണ്ട്, AIADMK. ജയലളിതയ്ക്ക് ശേഷം AIADMK ചില തൽപര കക്ഷികളുടെ കയ്യിലാണ്. വെറും അധികാരത്തിനും പദവിക്കും വേണ്ടിയുള്ള മറ്റൊന്നും അവരുടെ മുമ്പിലില്ല. AIADMK ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തില് MGR പോകുന്നതും അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ട്. അപ്പോൾ AIADMK വെച്ചിട്ട് BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാണ്. നമുക്കറിയാലോ എന്താണ് ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയിലെ മുഴുവൻ MLA-മാരെയും കളം മാറ്റിയിട്ട് ഭരണം പിടിച്ചതൊക്കെ അറിയാം. ഗോവയില് ഭരണം പിടിച്ചതറിയാം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്തരമൊരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു. എന്തുകൊണ്ടാ അറിയോ? പക്ഷെ അവിടെ BJPക്ക് ഒറ്റ സീറ്റേ ഉള്ളൂ. ഊട്ടിന്ന് ജയിച്ച ഒരു സീറ്റ് ഇല്ലെങ്കിലും ഞാൻ BJPയുടെ സീറ്റല്ലേ പറഞ്ഞു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ വരും. അവിടെ ഗവർണറെ കണ്ടിട്ട് വിജയ് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഏറ്റവും വലിയ കക്ഷിയായി വന്ന കക്ഷിയുടെ നേതാവ് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കീഴ്വഴക്കം എന്നതിന് പറയാം, കീഴ്വഴക്കം അനുസരിച്ച് ഗവർണർ അവരെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും നിയമസഭയിൽ ഇത്ര ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഭൂരിപക്ഷം തെളിയിക്കണം എന്നാണ് പറയാം. പക്ഷെ തമിഴ്നാട് ഗവർണർ അത് പറഞ്ഞില്ല. തമിഴ്നാട് ഗവർണർ പറഞ്ഞ എന്താണ്? ഭൂരിപക്ഷം MLA-മാരുടെ ഒപ്പുള്ള കത്ത് വേണമെന്നാണ്. അങ്ങനെയല്ല ശരിക്കും, അത് പുതിയ കീഴ്വഴക്കമാണ്. അതിൽ അപകടം മണത്തപ്പോഴാണ് കോൺഗ്രസ്, കാരണം ഇന്ത്യയിൽ BJPയുടെ എല്ലാ കളികളും അറിയാം കോൺഗ്രസ് എന്ത് ചെയ്തു? വിജയ്ക്ക് പിന്തുണ കൊടുത്തു. ആ സമയത്ത് കോൺഗ്രസ് ഇത് റിസൾട്ട് വന്ന ഉടനെ തന്നെ കൊടുത്തു. കോൺഗ്രസ് മുസ്ലിം ലീഗ് അപ്പോ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ നിലപാടൊന്നും വ്യക്തമാക്കി. മുസ്ലിം ലീഗ് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇത്? നമ്മൾ കൂടി പിന്തുണ കൊടുത്തിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു അപകടം എന്താ അറിയോ? AIADMK അവിടെ കുറച്ച് MLA-മാരുണ്ട്. ഒന്നുകിൽ അവരുടെ പിന്തുണ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു ഭാഗം. AIADMK BJPയുടെ കൂടെ നിന്നതാണ്, അറിയാലോ, BJPയുടെ കൂടെ നിന്നതാണ്.
അപ്പോൾ AIADMK വഴി, അതാ പറഞ്ഞുള്ള ഒരു MP ഉള്ളൂ, ഒരു MLA ഉള്ളൂ BJP. AIADMK വഴി BJP വിജയ് സർക്കാരിൽ സ്വാധീനമുണ്ടാക്കുമോ? ഒന്ന്. ഈ മുഴുവൻ MLA മാരെയും BJPയുടെ അജണ്ട എങ്ങനെയാണ് വരിക എന്നറിയില്ല. ആ സന്ദർഭത്തിൽ വിജയിയെ ഇങ്ങോട്ട് നിർത്തണം, ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിലേക്ക് നിർത്തണം. ആ സുചിന്തിതമായ തീരുമാനത്തിൽ നിന്നാണ് മുസ്ലിം ലീഗ്, ശരിക്കും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ DMKയുടെ കൂടി അറിവോടുകൂടി മുസ്ലിം ലീഗ് എന്ത് ചെയ്യണത്, വിജയ്ക്ക് പിന്തുണ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പിന്തുണ കൊടുക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആ ബന്ധത്തിനൊന്നും ഒരു കുഴപ്പമില്ലാതെ DMK മുന്നണിയിൽ നമ്മളുള്ളത് പുറത്തുനിന്നുള്ള പിന്തുണ കൊടുക്കുന്നത്. പക്ഷെ വിജയ് മന്ത്രിസഭ വന്ന സന്ദർഭത്തിൽ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ആർക്കാട് നവാബുമാരുടെ ഒക്കെ ഒരു ലെഗസിയുള്ള, ടിപ്പുവിന്റെ പടയോട്ടോ കടന്നുപോയ നല്ല സെക്കുലർ മുസ്ലിമീങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ഉണ്ട്. പിന്നെ തമിഴ്നാടിലെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ മുസ്ലിം ലീഗ് നേതാവ് ഗനി, മുഹമ്മദ് ഗനിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഈ ഹജ്ജ്, വഖഫ്, മൈനോറിറ്റി അഫയേഴ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു മിനിസ്റ്റർ, മുസ്ലിം മിനിസ്റ്റർ അവിടെ വേണം. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ആരും ഇല്ല. ഉണ്ട്. മധുരയിൽ നിന്ന് ജയിച്ച ഒരു മുസ്ലിം MLA ഉണ്ട് അവിടെ. അങ്ങനല്ല, ആരെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവിടുത്തെ കേരളത്തിലേതുപോലെയല്ല, തമിഴ്നാട്ടിലെ മഹല്ലുകളിലൊക്കെ സ്വാധീനമുള്ളത് മുസ്ലിം ലീഗിനാണ്. മധുരയിൽ നിന്ന് ജയിച്ച MLA വരുന്നതോടുകൂടി ഇത് നേരെ കീഴ്മേൽ മാറി. അത് വേറെ, അത് ഞാൻ അണ്ടർ റെക്കോർഡിലാണ് പറഞ്ഞത് കേട്ടോ, കാണുന്നില്ല. ആ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്നത്. ക്ഷണിച്ച ഉടനെ നമ്മൾ സ്വീകരിക്കല്ല, ആ ക്ഷണം നമ്മൾ സ്വീകരിക്കല്ല ചെയ്ത്. പിന്നീട് മുഖ്യമന്ത്രി കായിദെ മില്ലത്ത് സെന്ററിൽ വന്ന് ഖാദർ മൊയ്തീൻ സാഹിബിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ചർച്ചകൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ ആ മന്ത്രിസഭയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ മധുരയിൽ നിന്നുള്ള MP അങ്ങനെ ആരെങ്കിലും ആവും, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലേതുപോലെ ആ മുസ്ലിം മന്ത്രിമാരാരെങ്കിലും ഹജ്ജോ വഖഫോ ന്യൂനപക്ഷമോ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് രണ്ടും ഒരുപോലെ പ്രശ്നമാണ്. ആ സന്ദർഭത്തിൽ നമ്മളവിടെ ഒരു മുസ്ലിം ലീഗ് പാർട്ടി ഒന്ന് ഉയർന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾ നോക്ക്, നമ്മളപ്പോൾ ചോദിക്കുകയാണെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ലീഗ് അവിടെ വലിയ വകുപ്പൊന്നും അത് മാത്രമേ ചോദിക്കല്ല, അത് വ്യക്തമാണ്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റ് ആണ്. ആ വകുപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ ആ വകുപ്പ് ഏറ്റെടുക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? അതുവരെ നമ്മൾ ഉണ്ടായിരുന്നത് പ്രതിപക്ഷ ബെഞ്ചിലാണ്. ഓപ്പോസിഷൻ ബെഞ്ചിലാണ്. ഓപ്പോസിഷൻ ബെഞ്ചിൽ ഇരുന്നിട്ട് ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഗവൺമെന്റിന് പുറത്തുനിന്നുള്ള പിന്തുണ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുമ്പോ ബില്ലുകൾ വരുമ്പോ വോട്ട് ചെയ്യുക, അവിശ്വാസ പ്രമേയമോ വിശ്വാസ പ്രമേയമോ വരുമ്പോ അതിനെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് അനുകൂലിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ മന്ത്രിസഭയിൽ വന്നാൽ ക്യാബിനറ്റിന്റെ ഭാഗമായി അതിന് പറയുക ട്രഷറി ബെഞ്ച്. ഓപ്പോസിഷൻ ബെഞ്ചും ട്രഷറി ബെഞ്ചും എൻറ്റയർലി ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഓപ്പോസിഷൻ ആൻഡ് ട്രഷറി ബെഞ്ച്. ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടി ഓപ്പോസിഷൻ ബെഞ്ചിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മാറി ഭരണപക്ഷത്തിരുന്നു. അല്ലാതെ DMKയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയോ TVK എന്ന് പറയുന്നത് DMKക്ക് പകരമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിജയുടെ ദിനങ്ങളാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകമായ സവിശേഷമായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അല്ല, വേണ്ടി വന്നതല്ല, മുസ്ലിം ലീഗ് എടുത്ത തികച്ചും സ്ട്രാറ്റജിക്കലായ ജനാധിപത്യപരമായ മതപരമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ചർച്ചയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ ചർച്ചയ്ക്ക് നിൽക്കുന്നില്ല. പക്ഷെ അത് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്കൾ പ്രസ്താവനയിൽ പറഞ്ഞു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, ആം ആദ്മി പാർട്ടിയൊക്കെ. അതുപോലത്തെ ഒരു മധ്യവർഗത്തെ പ്രതിനിധീകരിക്കുന്ന അപ്പോഴത്തെ വികാരത്തിനനുസരിച്ച് വന്നൊരു സാധനം തന്നെയാണ് TVK. പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നുള്ളതാകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. പക്ഷെ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങൾ TVKക്ക് പിന്തുണ കൊടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ഇതിൽ ന്യായീകരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്.